അമ്മമാർ പല രീതിയിലുണ്ട്. ദേ മൈറ്റ് ബി സ്റ്റേ അറ്റ് ഹോം മദേഴ്സ്, വർക്ക് ഫ്രം ഹോം മദേഴ്സ്, ഒരു 9 to 5 ജോബിൽ പോകുന്ന മദേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഫീൽഡ് വർക്കിൽ പോകുന്ന മദേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഓൺട്രപ്രന്യേഴ്സ് ആയിരിക്കാം. ഏത് അമ്മയാണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വർക്കിംഗ് മദേഴ്സിനൊന്ന് സക്സസ്ഫുൾ ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ആദ്യം ഇപ്പം നമ്മുടെ വർക്കിനനുസരിച്ച് നമ്മളിപ്പോൾ തീരുമാനിച്ചു നമ്മൾ വർക്കിന് പോകാമെന്ന്. അപ്പോൾ നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് വേണം നമുക്കൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട്. എങ്ങനെയാണ് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുക? ഏറ്റവും ഐഡിയലായിട്ട് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആദ്യം തീരുമാനിക്കുക വെദർ പാർട്ട് ടൈം ആണ് വർക്ക് ചെയ്യുന്നത്, ഫുൾ ടൈം ആണ് വർക്ക് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് നമ്മുടെ കുഞ്ഞിന് എത്ര ബ്രസ്റ്റ് ഫീഡ്സ് മിസ്സാവും എന്ന് തീരുമാനിക്കുക. ഇപ്പോൾ രാവിലെ ഒരു 9 to 5 ജോബിന് പോവുകയാണെങ്കിൽ ആദ്യം എണീറ്റ് രാവിലെ 6 o'clock ഒന്ന് എക്സ്പ്രസ്ഡ് മിൽക്ക് എടുത്ത് വയ്ക്കുക, അതായത് പമ്പ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പോണേക്കാളും മുമ്പ് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് പോവുക. അതേപോലെ തന്നെ ഒന്ന് വർക്കിംഗ് പ്ലേസിൽ എത്തിയിട്ട് എക്സ്പ്രസ് ചെയ്ത് വയ്ക്കുക. ഒരു 12 o'clock ഒരു 1 o'clock ടൈമിൽ എക്സ്പ്രസ് ചെയ്ത് വയ്ക്കുക. പിന്നെ തിരിച്ചു വരുമ്പോൾ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തീരുമാനിക്കുക എത്ര നമ്പർ ഓഫ് ഫീഡ്സ് ഡയറക്റ്റ് ഫീഡ് ചെയ്യും, എത്ര നമ്പർ എക്സ്പ്രസ് ചെയ്ത് പാല് കൊടുക്കുന്നു. ഇത് കൂടാതെ അമ്മമാർ വളരെ റിലാക്സ്ഡ്, ഹാപ്പി ആൻഡ് ഒരു നല്ല ന്യൂട്രീഷ്യസ് ഡയറ്റ് എടുക്കണം. അപ്പോഴാണ് ഒരു സ്ട്രെസ് ഫ്രീ എൻവയറമെൻറ്റ് ഉണ്ടെങ്കിലാണ് നല്ല മിൽക്ക് ഔട്ട്പുട്ടായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് പമ്പ്. ബ്രസ്റ്റ് പമ്പ് 2 രീതിയിലുണ്ട്. മാനുവൽ ബ്രസ്റ്റ് പമ്പ് ഉണ്ട്, ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് ഉണ്ട്. ഇപ്പോൾ അമ്മമാർ മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോം ആണ്, അല്ലെങ്കിൽ കുറച്ച് ഫ്യൂ അവേഴ്സ് മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ ഒരു മാനുവൽ ബ്രസ്റ്റ് പമ്പ് സഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ കൂടുതൽ സമയം അവർ പുറത്താണ് എന്ന് ആണെങ്കിൽ യു നീഡ് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. അപ്പോൾ ഇപ്പം നമുക്ക് മാർക്കറ്റിലും ഇഷ്ടം പോലെ ബ്രസ്റ്റ് മിൽക്ക് കപ്പ് ഉണ്ട്, സ്റ്റോറേജ് കപ്പ്, സ്റ്റോറേജ് ബാഗ്സ് ഒക്കെ ഉള്ളതാണ്. അത് നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി എങ്ങനെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം അമ്മമാർ വളരെ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം. ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഇരിക്കണം. നമ്മുടെ ആ ബ്രസ്റ്റ് പമ്പും എല്ലാ കോമ്പണൻസും നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെക്കണം. നമുക്കൊരു റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ കൂൾ ബോക്സ് അടുത്ത് വേണം ഈ സ്റ്റോർഡ് മിൽക്ക് നമുക്ക് വെക്കാനായിട്ട്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ യൂഷ്വലി ഒരു 20 to 25 മിനിറ്റ്സ് എക്സ്പ്രസ് ചെയ്യുക. വളരെ റിലാക്സ് ആയി ഇരുന്നിട്ട് വേണം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ആൻഡ് എവറി 3 hours ഒരു ഗ്യാപ്പെങ്കിലും മിനിമം വെക്കണം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് അഡിക്വറ്റ് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മോർണിംഗ് ടൈമാണ് ഏറ്റവും കൂടുതൽ മിൽക്ക് ഔട്ട്പുട്ട് ഉള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ആ സമയത്ത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. ഈവനിങ് ടൈം എല്ലാ അമ്മമാർക്കും പാലിൻ്റെ ഔട്ട്പുട്ട് കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് മിൽക്കും കുറവായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നോർമലാണ് ആൻഡ് ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് എക്സ്പ്രസ് ചെയ്ത് എടുത്ത് വയ്ക്കുക. ഒരിക്കലും ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് ബോയിൽ ചെയ്യാൻ പാടില്ല. നമുക്ക് ആ ഒരു തണുപ്പ് വിടാനായിട്ട് നമുക്കൊരു ചുടുവെള്ളത്തിൽ ആ ഒരു ബാഗോ കപ്പ് നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാം. സാധാരണ രീതിയിൽ റൂം ടെമ്പറേച്ചർ ഒരു 26 to 28 degrees ബ്രസ്റ്റ് മിൽക്ക് നമുക്കൊരു 4 hours വരെ വയ്ക്കാം. ഇപ്പോൾ ഒരു -4 degrees Celsius അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ യൂഷ്വലി ഒരു 4 days വരെ വയ്ക്കാം. അല്ലെങ്കിൽ -18 degrees ആണെങ്കിൽ അപ് ടു 6 months വരെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് വെക്കാൻ പറ്റും. എക്സ്പ്രസ്ഡ് മിൽക്കിൻ്റെ കളർ വ്യത്യാസം ഉണ്ടായിരിക്കും, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ന്യൂട്രീഷണൽ വാല്യൂവിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കതൊരു ചുടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാത്രമല്ല, ബേബീനെ നോക്കുന്ന ആൾ, കെയർ ഗിവേഴ്സ്, ഫാമിലി, അവർക്കൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം എങ്ങനെയാണ് ബ്രസ്റ്റ് മിൽക്ക് എടുക്കുക, ഹാൻഡിൽ ചെയ്യുക, പിന്നെ എങ്ങനെയാണ് ബേബിക്ക് കൊടുക്കുക എന്ന്.